മജ്ജിമ നികായ 109 മഹാപുണ്ണാമ സൂത്ത്. ഈ സൂത്രത്തിൽ ഭഗവാൻ സക്കായ ദിഠി, അതായത് ഞാൻ ഈ ശരീരമാണ്, മനസ്സാണ് എന്നുള്ള തോന്നലിനെ എങ്ങനെ ഇല്ലാതാക്കാം, 5 ഉപാദാന സ്കന്ധങ്ങൾ, ഇതിനോടുള്ള ആസക്തി എങ്ങനെ ഇല്ലാതാക്കാം. 5 ഉപാദാന സ്കന്ധം എന്ന് പറയുന്ന സമയത്ത് ഒന്ന് രൂപസ്കന്ധം, അതായത് നമ്മുടെ ശരീരം, പിന്നെ മനസ്സിലെ 4 സ്കന്ധങ്ങൾ വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം. വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ നിന്നുള്ള 5 രൂപരസ ഗന്ധങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഗതിയാണ് വിജ്ഞാനം എന്ന് പറയുക. അതിനുശേഷം മനസ്സിൻ്റെ രണ്ടാമത്തെ ഭാഗം സംഖ്യ, അത് വർക്ക് ചെയ്യും, അതായത് നല്ലതാണോ ചീത്തയാണോ എന്ന്. ഇനി അടുത്തത് വേദന. നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് മനസ്സിൻ്റെ സംഖ്യ പറയുകയാണെങ്കിൽ അത് ആ വേദന അല്ലെങ്കിൽ അനുഭവം സുഖകരമായിട്ട് മാറും. ചീത്തയാണെന്ന് പറയുമ്പോൾ അതേ വേദന ദുഃഖകരമായിട്ട് മാറും. നാലാമത്തതാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരീരം അതേപോലെ തന്നെ മനസ്സ്, ഇതിനോടുള്ള ആസക്തിയാണ് നമ്മുടെ ബന്ധനത്തിന് കാരണം. ഈ 5 ഉപാദാന സ്കന്ധങ്ങളോടുള്ള ആസക്തി ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾക്ക് മുക്തിയായി. അതിനെ തന്നെയാണ് നിബ്ബാണം എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ടാണ് ഈ സൂത്രം. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിക്ക് അടുത്ത് നികാരമാതാവിൻ്റെ ആശ്രമത്തിൽ, പുബ്ബാരാമം എന്ന് പറയുന്ന ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. അന്ന് ഒരു പൗർണമി ദിവസമായിരുന്നു, ഉപോസത്ത ദിനമായിരുന്നു. ആ സമയത്ത് ഭഗവാൻ തുറന്ന സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. ഭഗവാന് ചുറ്റും ഭിക്ഷുസംഘവും ഉണ്ടായിരുന്നു. അപ്പോൾ ഭിക്ഷുവിൽ ഒരു ഭിക്ഷു സ്വന്തം ആസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് സ്വന്തം വസ്ത്രം ഒരു തോളിൽ ശരിയാക്കി വെച്ചുകൊണ്ട് ഭഗവാന് നേരെ കൈകൂപ്പി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, ഞാൻ ഭഗവാനോട് ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഉത്തരം പറയാൻ ഇത് സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി ഭിക്ഷു, താങ്കൾ താങ്കളുടെ ആശ്രമത്തിലിരിക്കുക. അതിനുശേഷം താങ്കൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ചോദിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഭിക്ഷു സ്വന്തം ആസനത്തിൽ ഇരുന്നു. അതിനുശേഷം ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, 5 ഉപാദാന ഖന്ധങ്ങളുണ്ട്. പഞ്ചുപാദാന ഖന്ധ, ഉദാഹരണമായിട്ട് രൂപുപാദാന ഖന്ധം, വേദനുപാദാന ഖന്ധം, സംജ്ഞാ ഉപാദാന ഖന്ധം, സംഖാര ഉപാദാന ഖന്ധം, വിജ്ഞാന ഉപാദാന ഖന്ധം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഖന്ധ എന്ന് പറയുന്ന വാക്ക് പാലി ഭാഷയാണ്. അതിൻ്റെ മലയാള പരിഭാഷ എന്ന് പറയുന്നത് സ്കന്ധം എന്ന് പറയുന്നതാണ്, കൂട്ടം എന്ന് നമുക്ക് അർത്ഥമാക്കാം. രൂപം എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ശരീരം. അടുത്തത് വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം. ഇത് മുഴുവൻ മനസ്സിൻ്റെ 4 ഭാഗങ്ങളാണ്. ഇതിനെ ഉപാദാന ഖന്ധം എന്നാണ് പറയുക. ഉപാദാനം എന്ന് പറയുന്ന സമയത്ത് അതിനോടുള്ള ആസക്തി, അതിനോടുള്ള ഒട്ടിപ്പിടിക്കൽ, അതിനെയാണ് ഉപാദാനം എന്ന് പറയുന്നത്. നമ്മൾക്ക് അങ്ങനെ ഒരു ഒട്ടിപ്പിടിക്കലുണ്ട്. അതായത് ഈ ശരീരം ഞാനാണ്, എൻ്റെയാണ്, ഇതിൽ ഞാൻ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ എൻ്റെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ശരീരത്തോട് ഒട്ടിപ്പിടിക്കുന്നു. അതേപോലെ തന്നെ മനസ്സിൻ്റെ ഈ 4 കാര്യങ്ങളും അത് ഞാനാണ്, എൻ്റെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒട്ടിപ്പിടിക്കുന്നു. ഉദാഹരണമായിട്ട് വിജ്ഞാനം വരികയാണ്, സംഖ്യ വരികയാണ്, വേദന വരികയാണ്, സംസ്കാരം വരികയാണ്. ഇതെല്ലാം എൻ്റെയാണ്, എന്നിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വന്നതിനോട് നമ്മൾ ഒട്ടിപ്പിടിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ പഞ്ച ഉപാദാന ഖന്ധം എന്ന് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരിയാണ്, പഞ്ചുപാദാന ഖന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപം, വിജ്ഞാനം, വേദന, സംഖ്യ, സംസ്കാരം, ഇവയുടെ എല്ലാം സ്കന്ധങ്ങൾ. അപ്പോൾ ആ ഭിക്ഷു പറഞ്ഞു, സാധു ബന്ധേ, വളരെ ശരിയാണ് ബന്ധേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷു ഭഗവാൻ പറഞ്ഞ അതിനോട് യോജിച്ചു. അതിനുശേഷം മറ്റൊരു ചോദ്യം ചോദിച്ചു, ബന്ധേ, ഈ 5 ഉപാദാന ഖന്ധങ്ങളുടെ മൂലം എന്താണ്? മൂലം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വേരെന്താണ്? ഈ ഉപാദാന സ്കന്ധങ്ങളുടെ വേര് എവിടെയാണ് കിടക്കുന്നത്? ഇമേ ഭിക്കു പഞ്ചുപാദാന ഖന്ധ ഛന്ദമൂലകാദി. ഭിക്കു, ഈ 5 ഉപാദാന സ്കന്ധങ്ങളുടെ മൂലം എന്ന് പറയുന്നത് ഛന്ദ അല്ലെങ്കിൽ ആഗ്രഹമാണ്. ഭിക്ഷു പറഞ്ഞു, ബന്ധേ, ഈ ഉപാദാനം എന്ന് പറയുന്നതും പഞ്ച ഉപാദാന സ്കന്ധം എന്ന് പറയുന്നതും ഒരു കാര്യത്തെ തന്നെയാണോ സൂചിപ്പിക്കുന്നത്? അതോ ഉപാദാനവും പഞ്ച ഉപാദാന ഖന്ധവും വെവ്വേറെ കാര്യങ്ങളെയാണോ സൂചിപ്പിക്കുന്നത്? ഭഗവാൻ പറഞ്ഞു, ഭിക്ഷു, ഈ ഉപാദാനവും
പഞ്ച ഉപാദാന ഖണ്ഡവും ഒന്നല്ല. അതുകൂടാതെ ഈ ഉപാദാനവും പഞ്ച ഉപാദാന ഖണ്ഡവും വെവ്വേറെയും അല്ല. യോഖോ ഭിക്കു പഞ്ചാസു ഉപാദാന ഖണ്ഡേസു ചന്ദരാഗോ തം തത്ഥ ഉപാദാനന്തി. ഭിക്ഷു ഈ പഞ്ച ഉപാദാന സ്കന്ധങ്ങളോടുള്ള ചന്ദരാഗം, ആഗ്രഹവും അതേപോലെ തന്നെ രാഗവും, അതിനെയാണ് അവിടെ ഉപാദാനം എന്ന് പറയുന്നത്. അതായത് ഉപാദാനം എന്ന് പറയുന്ന സമയത്ത് ചന്തം അല്ലെങ്കിൽ ആഗ്രഹം, അതേപോലെ തന്നെ രാഗം, അതിനോടുള്ള ആസക്തി അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കൽ എന്നെല്ലാം നമുക്ക് പറയാം. അപ്പോൾ ഭിക്ഷു പറഞ്ഞു, ബന്ധേ, ഈ 5 ഉപാദാന സ്കന്ധങ്ങൾക്കും വെവ്വേറെ ചന്തരാഗങ്ങൾ ഉണ്ടോ? ചന്തം എന്ന് പറയുന്ന സമയത്ത് ആഗ്രഹം, അതേപോലെ തന്നെ രാഗം എന്ന് പറയുന്നത് രാഗം തന്നെയാണ്. ഈ 5 ഉപാദാന സ്കന്ധങ്ങൾക്കും വെവ്വേറെ ചന്തരാഗം ഉണ്ടോ? ഭഗവാൻ പറഞ്ഞു, ഉണ്ട് ഭിക്കു. ഭിക്കു, ചില വ്യക്തികൾ ഇങ്ങനെ ചിന്തിക്കുന്നു, ഭാവിയിൽ എനിക്ക് ഇന്ന രൂപമുണ്ടാകട്ടെ, ഇന്ന വേദന ഉണ്ടാകട്ടെ, ഇന്ന രീതിയിലുള്ള സംഖ്യ ഉണ്ടാകട്ടെ, ഇന്ന രീതിയിലുള്ള സംസ്കാരം ഉണ്ടാകട്ടെ, ഇന്ന രീതിയിലുള്ള വിജ്ഞാനം ഉണ്ടാകട്ടെ. ഭിക്കു, ഈ തരത്തിൽ 5 ഉപാദാന സ്കന്ധങ്ങളോടും പലതരത്തിലുള്ള ചന്തരാഗങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ബന്ധേ, ഈ ഉപാദാന ഖണ്ഡത്തിലെ ഖണ്ഡം എന്ന വാക്ക്, അതിൻ്റെ അർത്ഥം എന്താണ്? ഖണ്ഡം എന്ന വാക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ പാലിയിൽ ഖണ്ഡമാണ്, മലയാളത്തിൽ സ്കന്ധമാണ്. ഭിക്കു, ഏതൊരു തരത്തിലുള്ള രൂപമായിക്കോട്ടെ, അത് ഭൂതത്തിലെ, വർത്തമാനത്തിലെ, ഭാവിയിലെ, അത് അകത്തുള്ളതാകാം പുറത്തുള്ളതാകാം, സ്ഥൂലമാകാം സൂക്ഷ്മമാകാം, ഉത്തമമാകാം ഹീനമാകാം, ദൂരെയുള്ളതാകാം അടുത്താകാം, ഇതിനെയാണ് രൂപ ഉപാദാന ഖണ്ഡം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള വേദനകൾ, എല്ലാ തരത്തിലുമുള്ള സംജ്ഞകൾ, എല്ലാ തരത്തിലുമുള്ള സംഖാരകൾ, എല്ലാ തരത്തിലുമുള്ള വിജ്ഞാനങ്ങൾ, അത് ഭൂതത്തിലെയാകാം ഭാവിയിലെയാകാം വർത്തമാനകാലത്തിലെയാകാം, അകത്തുള്ളതായിരിക്കാം അല്ലെങ്കിൽ പുറത്തുള്ളതായിരിക്കാം, സ്ഥൂലമായിരിക്കാം അല്ലെങ്കിൽ സൂക്ഷ്മമായിരിക്കാം, ഹീനമായിരിക്കാം അല്ലെങ്കിൽ ഉത്തമമായിരിക്കാം, ദൂരെയുള്ളതായിരിക്കാം അടുത്തുള്ളതായിരിക്കാം, ഇതിനെയാണ് വിജ്ഞാനഖണ്ഡം, വേദനാഖണ്ഡം, സംഖ്യാസ്കന്ധം, സംഘാരഖണ്ഡ എന്ന് പറയുന്നത്. ഭിക്കു, ഖണ്ഡങ്ങളിലെ ഖണ്ഡം എന്ന് പറയുന്ന വാക്കിൻ്റെ പരിധി അല്ലെങ്കിൽ അർത്ഥം ഈ രീതിയിലുള്ളതാണ്. കോനു ഖോ ബന്ധേ ഹേതു കോ പച്ചയോ രൂപഖണ്ഡസ് പഞ്ഞാപനായ. ബന്ധേ, രൂപസ്കന്ധത്തിൻ്റെ ഹേതു അല്ലെങ്കിൽ കാരണം, പച്ചയ അല്ലെങ്കിൽ പ്രത്യയം, അത് എന്താണ്? എന്തിൽ നിന്നാണ് രൂപഖണ്ഡം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? പച്ചയം എന്താണ്? അതേപോലെ തന്നെ വേദനാഖണ്ഡ, സംജ്ഞാഖണ്ഡ, സംഖാരസ്കന്ധ, വിജ്ഞാനഖണ്ഡ, ഇവയുടെ എല്ലാം ഹേതു എന്താണ്? പച്ചയ അല്ലെങ്കിൽ പ്രത്യയം എന്താണ്? എന്താണ് ഇവയ്ക്കുള്ള കാരണം? ഭിക്കു, 4 മഹാഭൂതങ്ങൾ, അതാണ് രൂപഖണ്ഡത്തിനുള്ള കാരണം അല്ലെങ്കിൽ പ്രത്യയം. ഫസ്സോ ഹേതു ഫസ്സോ പച്ചയോ വേദനഖണ്ഡസ പഞ്ഞാപനായ. ഭിക്കു, വേദനാസ്കന്ധത്തിന് കാരണം ഫസ്സ അല്ലെങ്കിൽ സ്പർശമാണ്. സ്പർശം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും അതിൻ്റെ വിഷയവും തമ്മിലുള്ള ബന്ധത്തെയാണ് ഫസ്സ അല്ലെങ്കിൽ സ്പർശം എന്ന് പറയുന്നത്. ഭിക്കു, സംജ്ഞാഖണ്ഡത്തിൻ്റെ കാരണം പ്രത്യയം, അതും ഫസ്സ അല്ലെങ്കിൽ സ്പർശമാണ്. സംഖാരഖണ്ഡത്തിൻ്റെ കാരണം പച്ചയം, അതും ഫസ്സോ സ്പർശമാണ്. ഭിക്കു, വിജ്ഞാനഖണ്ഡത്തിൻ്റെ ഹേതു അല്ലെങ്കിൽ കാരണം നാമരൂപമാണ്. നാമരൂപം തന്നെയാണ് വിജ്ഞാനഖണ്ഡത്തിൻ്റെ പച്ചയ അല്ലെങ്കിൽ പ്രത്യയം. നാമരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ്, രൂപം എന്ന് പറയുമ്പോൾ ശരീരം. കദംപന ബന്ധേ സക്കായ ദിട്ടി ഹോദീതി. ബന്ധേ, ഈ സക്കായ ദിട്ടി അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? സക്കായ ദിട്ടി എന്ന് പറയുമ്പോൾ ഞാൻ ഈ ശരീരമാണ്, മനസ്സാണ് എന്നൊരു മിഥ്യാബോധം നമ്മൾക്ക് ഏവർക്കുമുണ്ട്. ഈ ശരീരം എൻ്റെയാണ്, ഞാനാണ് ഈ ശരീരം. അതേപോലെ തന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഞാനാണ്, എൻ്റേതാണ് എന്നുള്ള മിഥ്യാബോധം, അതിനെയാണ് സക്കായ ദിട്ടി എന്ന് പറയുന്നത്.
ഈ സക്കായ ദിട്ടി ഇല്ലാതാകുന്ന സമയത്ത് മാത്രമാണ് നമ്മൾക്ക് നിബ്ബാണം അല്ലെങ്കിൽ മുക്തി ലഭിക്കുന്നത്. ഭിക്ഷു ഒരു പുതുജ്ജനം, അതായത് സാധാരണ വ്യക്തിയാണ് പുതുജ്ജനം എന്ന് പറയുന്നത്. അതായത് ഒട്ടും തന്നെ ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത സാധാരണ ഒരു വ്യക്തി അല്ലെങ്കിൽ ജനം. ആ വ്യക്തി ആര്യന്മാരെ കണ്ടിട്ടില്ല, ആര്യധർമ്മത്തിൽ പ്രാവീണ്യം ഇല്ലാത്ത വ്യക്തിയാണ്, ആര്യധർമ്മത്തെ അറിയുന്ന വ്യക്തിയല്ല, സത്പുരുഷന്മാരെ ആ വ്യക്തി കണ്ടിട്ടില്ല, സത്പുരുഷ ധർമ്മത്തെപ്പറ്റി ആ വ്യക്തിക്ക് പ്രാവീണ്യമില്ല, സത്പുരുഷ ധർമ്മത്തെപ്പറ്റി ആ വ്യക്തി അറിയുന്നില്ല. ഇവിടെ ആര്യൻ എന്ന് പറയുന്നത് മുക്തനായിട്ടുള്ള വ്യക്തി, സത്പുരുഷൻ എന്ന് പറയുന്ന സമയത്ത് ശരിയായിട്ടുള്ള ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി. ആ വ്യക്തി രൂപം തൻ്റെയാണെന്ന് കരുതുന്നു, തനിക്ക് രൂപമുണ്ട് എന്ന് കരുതുന്നു, രൂപം തന്നിലാണ് എന്ന് കരുതുന്നു, താൻ രൂപത്തിലാണ് എന്ന് കരുതുന്നു. ആ വ്യക്തി വേദനയെ തൻ്റേത് എന്ന് കരുതുന്നു, തന്നിൽ വേദനയുണ്ട് എന്ന് കരുതുന്നു, വേദന തന്നിലാണ് എന്ന് കരുതുന്നു, തന്നിൽ വേദനയുണ്ട് എന്ന് കരുതുന്നു. അവർ സംഖ്യയെ തൻ്റേത് എന്ന് കരുതുന്നു, താൻ സംഖ്യയാണ് എന്ന് കരുതുന്നു, സംഖ്യ തന്നിലാണ് എന്ന് കരുതുന്നു, തന്നിൽ സംഖ്യയുണ്ട് എന്ന് കരുതുന്നു. അവർ സംഘാരത്തെ തൻ്റെയെന്ന് കരുതുന്നു, തന്നിൽ സംഘാരമുണ്ട് എന്ന് കരുതുന്നു, സംഘാരം തന്നിലാണ് എന്ന് കരുതുന്നു, തന്നിലാണ് സംഘാരം എന്ന് കരുതുന്നു. അവർ വിജ്ഞാനത്തെ തൻ്റേത് എന്ന് കരുതുന്നു, താൻ വിജ്ഞാനമാണ് എന്ന് വിചാരിക്കുന്നു, വിജ്ഞാനം തന്നിലാണ് എന്ന് വിചാരിക്കുന്നു, തന്നിലാണ് വിജ്ഞാനം എന്ന് വിചാരിക്കുന്നു. ഭിക്ഷു ഇപ്രകാരമാണ് സക്കായ ദിട്ടി ഉണ്ടാകുന്നത്. ഈ 5 ഉപാദാന സ്കന്ധങ്ങളും താനാണ്, തന്നിലാണ്, തൻ്റെയാണ് എന്ന് കരുതുന്ന സമയത്താണ് സക്കായ ദിട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ഭിക്ഷു പറഞ്ഞു, ബന്ദേ, ഈ സക്കായ ദിട്ടി എങ്ങനെയാണ് ഉണ്ടാകാതിരിക്കുക? സക്കായ ദിട്ടി ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഭിക്ഷു ഒരു അറിവുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അറിവുള്ള ഒരു ആര്യശ്രാവകൻ, ആര്യന്മാരുടെ ശിഷ്യൻ. ആ വ്യക്തി ആര്യന്മാരെ കണ്ടിട്ടുണ്ട്, ആര്യധർമ്മത്തിൽ പ്രാവീണ്യം ഉള്ള വ്യക്തിയാണ്, ആര്യധർമ്മത്തെ ശരിക്ക് അറിയുന്ന വ്യക്തിയാണ്. അവർ സൽപുരുഷന്മാരെ കണ്ടിട്ടുണ്ട്, സത്പുരുഷന്മാരുടെ ധർമ്മത്തിൽ പ്രാവീണ്യമുള്ളവരാണ്, സത്പുരുഷന്മാരുടെ ധർമ്മത്തെ അറിയുന്നവനാണ്. ആ വ്യക്തി രൂപത്തെ തൻ്റേതാണ് എന്ന് കരുതുന്നില്ല, തനിക്ക് രൂപമുണ്ട് എന്ന് കരുതുന്നില്ല, രൂപം തന്നിലാണ് എന്ന് കരുതുന്നില്ല, തന്നിൽ രൂപമുണ്ട് എന്ന് കരുതുന്നില്ല. ആ വ്യക്തി വേദനയെ തൻ്റേത് എന്ന് കരുതുന്നില്ല, തന്നിൽ വേദനയുണ്ട് എന്ന് കരുതുന്നില്ല, വേദന തന്നിലാണ് എന്ന് കരുതുന്നില്ല, തന്നിൽ വേദനയുണ്ട് എന്ന് കരുതുന്നില്ല. ആ വ്യക്തി സംഖ്യ താനാണെന്ന് കരുതുന്നില്ല, തന്നിൽ സംഖ്യയുണ്ട് എന്ന് കരുതുന്നില്ല, സംഖ്യ തന്നിലാണ് എന്ന് കരുതുന്നില്ല, താൻ സംഖ്യയാണ് എന്ന് കരുതുന്നില്ല. ആ വ്യക്തി സംഘാരം തന്നിലാണ് എന്ന് കരുതുന്നില്ല, തന്നിൽ സംഘാരമുണ്ട് എന്ന് കരുതുന്നില്ല, സംഘാരം താനാണ് എന്ന് കരുതുന്നില്ല, തന്നിൽ സംഘാരമുണ്ട് എന്ന് കരുതുന്നില്ല. അവർ വിജ്ഞാനത്തെ താനെന്ന് കരുതുന്നില്ല, തന്നിൽ വിജ്ഞാനമുണ്ട് എന്ന് കരുതുന്നില്ല, വിജ്ഞാനത്തെ തന്നിലാണ് എന്ന് കരുതുന്നില്ല, തന്നിൽ വിജ്ഞാനമുണ്ട് എന്ന് കരുതുന്നില്ല. ഭിക്ഷു ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ ആ ഭിക്ഷുവിന് സക്കായ ദിട്ടി ഉണ്ടാകുകയില്ല. അതായത് ഞാൻ ശരീരമാണ്, മനസ്സാണ് എന്നുള്ള ആ ഒരു മിഥ്യാധാരണ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല. കോ നു ഖോ ബന്ദേ രൂപയെ അസാദോ കോ ആദിനവോ കിം നിസ്സരണം. ബന്ദേ, രൂപത്തിൻ്റെ ആസ്വാദനം എന്താണ്? അതിൻ്റെ കമ്മി അല്ലെങ്കിൽ ഭയം അല്ലെങ്കിൽ ആദിനവം എന്താണ്? അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാൻ പറ്റും? നിസ്സരണം അത് എന്താണ്? അതേപോലെ തന്നെ വേദന, സംഖ്യ, സംഘാരം, വിജ്ഞാനം, ഇതിൻ്റെ എല്ലാം ആസ്വാദനം എന്താണ്? അതിൻ്റെ ഭയം അല്ലെങ്കിൽ ആദിനവം എന്താണ്? എങ്ങനെയാണ് അതിൽ നിന്ന് നമ്മൾക്ക് പുറത്തു കടക്കാൻ സാധിക്കുക? നിസ്സരണം അത് എങ്ങനെയാണ്? ഭിക്ഷു രൂപത്തിൽ നിന്ന് ഉണ്ടാകുന്ന സുഖം, സൗമനസ്സം, അതാണ് രൂപത്തിൻ്റെ ആസ്വാദനം. അതായത് നമ്മുടെ ഈ ശരീരത്തിൽ സുഖമുണ്ടാകുന്നുണ്ട്, ആ സുഖം മൂലം മനസ്സിൽ സോമനസ്സവും അല്ലെങ്കിൽ മനസ്സിൽ ഒരു സന്തോഷവും ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് രൂപത്തിനെ പറ്റിയുള്ള ആസ്വാദനം എന്ന് പറയുന്നത്. ഈ രൂപം അനിത്യമാണ്, ദുഃഖമാണ്, നഷ്ടമാകുന്നതാണ്, മാറുന്നതാണ്. ഇതാണ് അതിൻ്റെ ആദിനവം അല്ലെങ്കിൽ ഭയം.
രൂപത്തിലുള്ള ഛന്ദരാഗത്തെ ഉപേക്ഷിക്കൽ, ഛന്ദരാഗത്തെ ഇല്ലാതാക്കൽ, അതാണ് രൂപത്തിൻ്റെ നിസ്സരണം അല്ലെങ്കിൽ രൂപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. വേദനയിൽ നിന്ന്, സംഖ്യയിൽ നിന്ന്, സംഖാരയിൽ നിന്ന്, വിജ്ഞാനത്തിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന സുഖം, സോമനസ്സം, അതാണ് ഈ 4 കാര്യത്തിൻ്റെയും ആസ്വാദനം. വേദന, സംഖ്യ, സംസ്കാരം, വിജ്ഞാനം ഇതെല്ലാം അനിത്യമാണ്, ദുഃഖമാണ്, നാശമുള്ളതാണ്. ഇതാണ് ഈ 4 കാര്യത്തിൻ്റെയും ആദിനവം അല്ലെങ്കിൽ ഭയം അല്ലെങ്കിൽ കമ്മി. ഈ 4 കാര്യത്തിലും ഉള്ള ഛന്ദരാഗത്തെ ഉപേക്ഷിക്കൽ, ഛന്ദരാഗത്തെ ഇല്ലാതാക്കൽ, ഇതാണ് ഇതിൽ നിന്നുള്ള നിസ്സരണം അല്ലെങ്കിൽ രക്ഷപ്പെടൽ. ബന്ദേ, ഈ കാര്യം എങ്ങനെയാണ് അറിയുന്നത്? ഈ കാര്യം എങ്ങനെയാണ് കാണുന്നത്? ഈ വിജ്ഞാനമുള്ള ശരീരത്തിൽ പുറത്തുനിന്നുള്ള വസ്തുക്കൾ വന്ന് കൂടിച്ചേരുന്ന സമയത്ത് അതിൽ അഹങ്കാരം, അതായത് ഞാനാണ് അത് ചെയ്യുന്നത്, മമങ്കാരം, എന്നിലാണ്, മാന അല്ലെങ്കിൽ അഭിമാനം, ഇവ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ അതിനെപ്പറ്റി എങ്ങനെയാണ് അറിയേണ്ടത്, എങ്ങനെയാണ് കാണേണ്ടത്? അതായത് ഈ 5 ഉപാദാന സ്കന്ധങ്ങളിലും എങ്ങനെയാണ് അഹങ്കാരം, അഭിമാനം, ഞാൻ, എൻ്റെ എന്നുള്ള തോന്നലൊന്നും ഇല്ലാതിരിക്കുന്നത്? ഭിക്ഷു, ഒരു വ്യക്തി എല്ലാ തരത്തിലുള്ള രൂപത്തെ ശരിയായിട്ടുള്ള രീതിയിൽ കാണുന്നു. അത് ഭൂതത്തിലുള്ളതാകാം, ഭാവിയിലുള്ളതാകാം, വർത്തമാനകാലത്തിലുള്ളതാകാം, ഉള്ളിലുള്ളതാകാം, പുറത്തുള്ളതാകാം, സ്ഥൂലമായിരിക്കാം, സൂക്ഷ്മമായിരിക്കാം, ഹീനമാകാം, ഉത്തമമാകാം, ദൂരെയുള്ളതായിരിക്കാം, അടുത്തുള്ളതായിരിക്കാം. എല്ലാ തരത്തിലുള്ള രൂപത്തെയും ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുന്നു. നേതം മമ നേസോഹമസ്മി ന മേസോ അത്താദി. ഇത് എൻ്റേതല്ല, ഞാൻ ഇതല്ല, ഇത് എൻ്റെ അസ്തിത്വമല്ല. ഇതേപോലെ തന്നെ ഒരു വ്യക്തി വേദന, സംഖ്യ, സംസ്കാരം, വിജ്ഞാനം ഇത് എല്ലാ തരത്തിലുള്ളതും, അത് ഭൂതത്തിലുള്ളതാകാം, ഭാവിയിലുള്ളതാകാം, വർത്തമാനകാലത്തുള്ളതാകാം, അകത്തുള്ളതാകാം, പുറത്തുള്ളതാകാം, സ്ഥൂലമായിരിക്കാം, സൂക്ഷ്മമായിരിക്കാം, ഹീനമായിരിക്കാം, ഉത്തമമായിരിക്കാം, ദൂരെയുള്ളതായിരിക്കാം, അടുത്തുള്ളതായിരിക്കാം, അതിനെല്ലാം ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുന്നു. നേതം മമ നേസോഹമസ്മി ന മേസോ അത്താദി. ഇത് എൻ്റെയല്ല, ഞാൻ ഇതിലല്ല, ഇത് എൻ്റെ അസ്തിത്വമല്ല. ഭിക്ഷു, ഇപ്രകാരമാണ് ഒരു വ്യക്തി അറിയേണ്ടത്, അതേപോലെ തന്നെ കാണേണ്ടത്. അതുമൂലം ആ വ്യക്തിക്ക് അഹങ്കാരം, മമങ്കാരം, അതേപോലെ തന്നെ മാനം അല്ലെങ്കിൽ അഭിമാനം ഒന്നും തന്നെ ഈ വിജ്ഞാനമുള്ള ശരീരത്തിൽ ഉണ്ടാകുന്നതല്ല. ആ സമയത്ത് ഭിക്ഷുക്കളിൽ ഒരു ഭിക്ഷുവിന് ഈ തരത്തിലുള്ള ഒരു ചിന്തയുണ്ടായി. രൂപം അനത്ത അല്ലെങ്കിൽ രൂപം അനാത്മകമാണ്, അതായത് അതിന് ആത്മാവ് ഒന്നും തന്നെ ഇല്ല, അത് അനാത്മകമാണ്. വേദന അനത്ത, സംഖ്യ അനത്ത, സംഖാര അനത്ത, വിജ്ഞാന അനത്ത, അതായത് ഇതെല്ലാം അനാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ്. അനത്തകഥാനി കമ്മാനി കമ്മത്താനം ഫുസ്സിസന്ധീതി. അങ്ങനെയാണെങ്കിൽ അനാത്മകമായിട്ട് ചെയ്യുന്ന ഈ കർമ്മം ഏത് വ്യക്തിയെയാണ് സ്പർശിക്കുന്നത്? കാരണം അവിടെ വ്യക്തിയില്ല, അനാത്മകമാണ്. അപ്പോൾ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ ആരെയാണ് സ്പർശിക്കുന്നത്? പക്ഷേ ഭഗവാന് ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. എന്നിട്ട് ഭിക്ഷുക്കളോട് ഭഗവാൻ ഇങ്ങനെ അഭിസംബോധന ചെയ്തു: ഭിക്ഷുക്കളെ, ഒരു പക്ഷേ ഇവിടെ മൂഢനായിട്ടുള്ള അറിവില്ലാത്ത വ്യക്തി ഉണ്ടായിരിക്കാം. അവിടെ മനസ്സ് രാഗാത്മകമായിരിക്കാം, അവിദ്യയുള്ളതായിരിക്കാം, തൃഷ്ണ മനസ്സിൽ ഉണ്ടായിരിക്കാം. ആ വ്യക്തി ഒരുപക്ഷേ ശാസ്താവിൻ്റെ വചനങ്ങളെ മറികടക്കാൻ ശ്രമിക്കും. അവർ ഇങ്ങനെയായിരിക്കും ചിന്തിക്കുക: ഗുരു, രൂപം അനത്ത, രൂപം അനാത്മകമാണ്, വേദന, സംജ്ഞ, സംഖാര, വിജ്ഞാന ഇവയെല്ലാം അനത്ത അല്ലെങ്കിൽ അനാത്മകമാണ്, അതായത് അതിലൊന്നും ആത്മാവ് എന്ന് പറയുന്ന സംഗതിയില്ല. അപ്പോൾ അനാത്മകമായിട്ട് ചെയ്യുന്ന ആ കർമ്മങ്ങൾ ഏത് വ്യക്തിയെയാണ് സ്പർശിക്കുന്നത്? ഭിക്ഷുക്കളെ, ഇത്തരം സാഹചര്യത്തിൽ ഈ കാര്യത്തെ പറ്റി എങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഭിക്ഷുക്കളെ, നിങ്ങൾ എന്താണ് കരുതുന്നത്? രൂപം നിത്യം വാ അനിത്യം വാതി. രൂപം നിത്യമാണോ അനിത്യമാണോ?
അപ്പോൾ ഭിക്ഷുക്കൾ പറഞ്ഞു, ബന്ദേ, അനിച്ഛമാണ്. ഭിക്ഷുക്കളെ, ഏതൊരു കാര്യം അനിച്ഛമാണോ അത് ദുഃഖത്തിനാണ് കാരണമാകുന്നത്, സുഖത്തിനാണോ? ബന്ദേ, അത് ദുഃഖത്തിനാണ് കാരണമാകുന്നത്. ഭിക്ഷുക്കളെ, ഏതൊരു കാര്യം ദുഃഖകരമാണോ, അനിത്യമാണോ, നാശവാൻ ആയിട്ടുള്ള കാര്യമാണോ അതിനെ ഏതം മമ യേസോഹമസ്മി യേസോമി അത്താദീതി, അതായത് ഇത് എൻ്റെയാണ്, ഞാൻ ഇതാണ്, ഇത് എൻ്റെ അസ്തിത്വമാണ് എന്ന് അതിനെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കുമോ? ഇല്ല ബന്ദേ. ഭിക്ഷുക്കളെ, നിങ്ങൾ എന്താണ് കരുതുന്നത്? വേദന, സംഖ്യ, സംസ്കാരം, വിജ്ഞാനം ഇത് നിത്യമാണോ അനിത്യമാണോ? ബന്ദേ, ഇവയെല്ലാം അനിത്യമാണ്. ഇത് അനിത്യമാണെങ്കിൽ അത് സുഖത്തിനാണോ കാരണമാകുന്നത്, ദുഃഖത്തിനാണോ കാരണമാകുന്നത്? ബന്ദേ, അത് ദുഃഖത്തിനാണ് കാരണമാകുന്നത്. ഭിക്ഷുക്കളെ, അത് അനിത്യമാണ്, ദുഃഖകരമാണ്, നാശവാനാണ്. അതിനാൽ അതിനെ ഇത് എൻ്റെയാണ്, ഞാൻ ഇതാണ്, ഇത് എൻ്റെ അസ്തിത്വമാണ് എന്ന് വിചാരിക്കുന്നതിന് യോഗ്യമാണോ? അല്ല ബന്ദേ. അതിനാൽ ഭിക്ഷുക്കളെ, നിങ്ങൾ സത്യമായിട്ടും എല്ലാ തരത്തിലുള്ള രൂപത്തെയും പറ്റി ഇങ്ങനെ നിങ്ങൾ കരുതണം. ആ രൂപം ബോധത്തിലെയാകാം, ഭാവിയിലെയാകാം, വർത്തമാനത്തെ ആയിരിക്കാം, ഉള്ളിലുള്ളതായിരിക്കാം, പുറത്തുള്ളതായിരിക്കാം, സ്ഥൂലമായിരിക്കാം, സൂക്ഷ്മമായിരിക്കാം, ഉത്തമമായിരിക്കാം, ഹീനമായിരിക്കാം, ദൂരെയുള്ളതായിരിക്കാം, അടുത്തുള്ളതായിരിക്കാം. എല്ലാ തരത്തിലുള്ള രൂപവും അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. നേതം മമ നേസോഹമസ്മി നാ മേസോ അത്താദീതി, ഇത് എൻ്റെ അല്ല, ഞാൻ ഇതല്ല, ഇത് എൻ്റെ അസ്തിത്വമല്ല. അതേപോലെ തന്നെ ഭിക്ഷുക്കളെ, നിങ്ങൾ ഏതൊരു തരത്തിലുള്ള വേദന, സംഖ്യ, സംസ്കാരം, വിജ്ഞാനം ഇത് ബോധത്തിലെയാകാം, ഭാവിയിലെയാകാം, വർത്തമാനകാലത്തിലെ ആകാം, അകത്തുള്ളതായിരിക്കാം, പുറത്തുള്ളതായിരിക്കാം, സ്ഥൂലമായിരിക്കാം, സൂക്ഷ്മമായിരിക്കാം, ഹീനമായിരിക്കാം, ഉത്തമമായിരിക്കാം, ദൂരെയുള്ളതായിരിക്കാം, അടുത്തുള്ളതായിരിക്കാം, എല്ലാ തരത്തിലുള്ള വേദന, സംഖ്യ, സംസ്കാരം, വിജ്ഞാനം ഇതിനെ ശരിയായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിലാക്കണം. ഇത് എൻ്റേതല്ല, ഞാൻ ഇതല്ല, ഇത് എൻ്റെ അസ്തിത്വമല്ല. ഇങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആര്യശ്രാവകൻ രൂപത്തിൽ നിബ്ബിതന്തി, അതിൽ ആ വ്യക്തിക്ക് നിർവേദം, അതായത് രാഗം ആ വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ വേദന, സംഖ്യ, സംസ്കാരം, വിജ്ഞാനം ഇവയിൽ നിന്നെല്ലാം ആ വ്യക്തി നിർവേദം, അതിൽ നിന്ന് ആ വ്യക്തി പുറത്തു കിടക്കുന്നു, അതിൽ ആസക്തി ഉണ്ടാകുന്നില്ല. നിബിന്ദം വിരജ്യതി വിരാഗ വിമുച്ഛതി വിമുക്തസ്മിം വിമുക്തമിതി ജ്ഞാനം ഹോതി. ഏതൊരു വ്യക്തിക്ക് നിർവേദം അല്ലെങ്കിൽ നിബിന്ദം ആകുന്നുവോ ആ വ്യക്തി വിരജ്യം, രാഗമുണ്ടാകുന്നില്ല. വിരാഗ വിമുച്ഛതി, രാഗമുണ്ടായിക്കഴിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തി വിമുക്തനാകുന്നു. വിമുക്തസ്മിം വിമുക്തമിതി ജ്ഞാനം ഹോതി, വിമുക്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വിമുക്തമായി എന്ന ജ്ഞാനം ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു. അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു, പുനർജന്മം അവസാനിച്ചു, ബ്രഹ്മചര്യം പൂർത്തിയായി, ഏതൊന്ന് ചെയ്യണമോ അത് പൂർത്തിയാക്കി, ഇനി ഒരു ഭവത്തിലും എനിക്ക് ജന്മം ഉണ്ടാകുന്നില്ല എന്ന് പ്രജ്ഞാപൂർവം അവർ അറിയുന്നു. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ആ ഭിക്ഷുക്കൾ ഭഗവാൻ പറഞ്ഞ കാര്യത്തിൽ തൃപ്തരായി. എന്നിട്ട് ഭഗവാന്റെ കാര്യത്തെ അഭിനന്ദിച്ചു. ഈ ധർമ്മപ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 60 ഭിക്ഷുക്കളുടെ മനസ്സ് ഉപാദാനത്തിൽ നിന്ന് വിമുക്തമായി, ആസവങ്ങളിൽ നിന്ന് വിമുക്തമായി, അതായത് അവർ അർഹന്തരായി എന്നാണ് പറയുന്നത്. അതിനാൽ ഈ സൂത്രം വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ പ്രജ്ഞ വളരെയധികം കൂടുന്നതാണ്, സക്കായ ദിട്ടി ഇല്ലാതാകുന്നതാണ്. അതുകൂടാതെ ഉപാദാന സ്കന്ധങ്ങളോടുള്ള ആസക്തിയും നമ്മൾക്ക് കുറേശ്ശെ ഇല്ലാതാവുന്നതാണ്. മഹാപുണ്ണാമ സൂത്രം നിഠിതം. ഇതേപോലുള്ള കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുറച്ച് സമയം പുണ്യവിതരണം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ.
ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.